ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ബാഴ്സലോണ ലെവന്റെ മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് എല്ലാ ബാഴ്സലോണ ആരാധകരെയും മുൾമുനയിൽ നിർത്തിയ ഒരു രാത്രിയായിരുന്നു. ഫുട്ബോളിൽ ഇതൊരു രണ്ട് പകുതികളുടെ കളിയായിരുന്നു എന്ന് പറയാറുണ്ടെങ്കിലും ഇന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമായിരുന്നു. കാരണം ആദ്യ പകുതിയിൽ ബാഴ്സലോണയുടെ കളി വളരെ മോശമായിരുന്നു. അവർ ഈ കളി ജയിച്ചെങ്കിലും നിർണായകമായ 3 പോയിന്റ് നേടിയെങ്കിലും ആദ്യ പകുതിയിലെ കളി മറക്കാൻ കഴിയില്ല. ലെവന്റെയുടെ ആക്രമണങ്ങൾ ബാഴ്സലോണയുടെ പ്രതിരോധ നിരയെ വീണ്ടും തകർക്കുന്നതാണ് കണ്ടത്. അത് ബാഴ്സലോണയെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു. അവർക്കെതിരെ വഴങ്ങിയ ഒരു പെനാൽറ്റി തികച്ചും അസംബന്ധമായിരുന്നു. ഹെർണാണ്ടസിന്റെ റഫറിംഗ് വളരെ മോശമായിരുന്നു. എങ്കിലും ആദ്യ പകുതിയിലെ മോശം പ്രകടനം ഒരു വശത്ത് മാറ്റിവെക്കുകയാണെങ്കിൽ ബാഴ്സലോണയുടെ തിരിച്ചുവരവ് അതിശയിപ്പിക്കുന്നതാണ്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ അത്ഭുതപ്പെടുത്തി. അവർക്ക് അതായിരുന്നു ആവശ്യം, തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടുക. പെഡ്രിയുടെ ഗോൾ അത് വളരെ മികച്ച ഗോൾ തന്നെയായിരുന്നു. ആ ഗോൾ ബാഴ്സലോണയെ കളിയുടെ ട്രാക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നെ അതിവേഗം ഫെറാനും ഒരു ഗോൾ നേടി. ലെവന്റക്ക് പ്രതികരിക്കാൻ അവർ അവസരം കൊടുത്തില്ല. കളി പതിയാക്കാൻ അവരെ ബാഴ്സലോണ അനുവദിച്ചില്ല. അവർ കളിയിലേക്ക് തിരികെ വന്നു, കഠിനാധ്വാനം ചെയ്തു. പക്ഷെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. രണ്ടാം പകുതിയിൽ അവർ വിജയ ഗോളിനായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിലാണ് അത് വന്നത്. ഈ തിരിച്ചുവരവ് കഴിഞ്ഞ സീസണെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത, എപ്പോഴും കളിയുടെ ഭാഗമായിരിക്കുന്ന ഒരു ടീം. 2 മുതൽ 0 വരെ പിന്നിലാണെങ്കിൽ പോലും മുന്നോട്ടു പോയാൽ ഇതേപോലെ കളിച്ചാൽ അവർക്ക് അവസരങ്ങൾ ലഭിക്കുമെന്നും ഗോളുകൾ നേടാൻ കഴിയുമെന്നും ആവശ്യമെങ്കിൽ എതിർ ടീമിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു വിശ്വാസം. പക്ഷേ സീസണിന്റെ തുടക്കത്തിൽ അവർ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കണം. ഇന്ന് ബാഴ്സലോണ രക്ഷപ്പെട്ടെങ്കിലും 3 പോയിന്റ് നേടിയെങ്കിലും പ്രതിരോധത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവരുടെ പ്രതിരോധം ആരാധകരെ ഭയപ്പെടുത്തുന്നു. ലെവന്റെ ഒരു പുതുമുഖ ടീമാണ്, അവരെ മറക്കരുത്. അവർ ബാഴ്സലോണയുടെ പ്രതിരോധത്തെ തുളച്ചു കയറുകയായിരുന്നു. അത് ബാഴ്സലോണ പോലെ ഒരു ക്ലബിനെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമല്ല. ഫ്ലിക്കിനും ടീമിനും ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഈ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ലതും മോശവുമായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ അനാലിസിസും ഫാൻ റിവ്യൂസുമായി ഞാൻ വീണ്ടും എത്തും. നന്ദി ആൻഡ് ബൈ.